ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. 3-4 ചേരുവ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സേമിയ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരല്പം സേമിയ മാറ്റുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കുമ്പം അതിൻ്റെ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ ഒരു 2-3 ടീസ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 മുതൽ 1.25 കപ്പ് വരെ വെള്ളം എടുക്കാവുന്നതാണ്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സേമിയ വേവുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സേമിയ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പുഡിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1.25 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. പുഡിങ് തയ്യാറാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാലും മതി പാല്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് തിളച്ച് പോയാൽ നല്ലതുപോലെ ഒന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതിയാകും. ഈ സമയം മധുരം നോക്കണം. മധുരം കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിനുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഒരുപാട് ചേരുവയൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇനി ഇത് പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അങ്ങനെ നല്ല രുചികരമായ സേമിയ കൊണ്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്